ജിംഖാന കണ്ടപ്പോ ചോദിച്ചു അതായിരുന്നു ഒരു ലിമിറ്റ് ആയിട്ട് വെക്കേണ്ട ഒരു മൂവി. പക്ഷെ ഇത് വേറെ ലെവൽ. കൈഡി പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയില് റെസ്ലിംഗും കൊണ്ടുവന്നതും കോസ്റ്റ്യൂം റെസ്ലിംഗും കൊണ്ടുവന്നതും ലാസ്റ്റ് അത് കാട്ടാക്കുസ്തിയിലേക്ക് മാറുന്നതും എല്ലാരുമാണ്. ഇതിന് മുന്നേ ഇത്ര ഇടിയുള്ള ഒരു പടം കണ്ടോ? ഇടിയെന്നല്ല, അത് നമുക്കൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണാം, പൊളിക്കാം. മസ്റ്റ് വാച്ച് വാൾട്ടർ എൻട്രി. ഇതിലൊരു പൊളി. എങ്ങനെ അടി പടം തിയേറ്ററിലൊന്ന് ആഘോഷിച്ചാണുള്ള പടം. അതായത് സിനിമ തുടങ്ങുന്നത് തൊട്ട് സ്റ്റെപ്പ് ആയിട്ടൊരു പോരാണ്. നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രില്ലടിപ്പിച്ച കൊണ്ടാണത്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള നല്ല ആക്ഷൻ, നല്ല സൗണ്ട്, നല്ല എല്ലാം കൊണ്ടും ഇടി എങ്ങനെയുണ്ട്? ഇടിയോട് ഇടി. അതിനൊപ്പം തന്നെ നല്ല മ്യൂസിക്, ബഹളം, ടപ്പേത കൊണ്ട് ഒട്ടും ബോറടിക്കാനുള്ള അവരെ കൊണ്ടുപോണ്. ലാസ്റ്റ് മമ്മൂട്ടിയുടെ വരവോട് കൂടി അപ്പുറം പോയി. ഇടിയുടെ റിവ്യൂ പുള്ളിയുടെ അടുത്ത് ചോദിച്ചോ? അടിപൊളി. ജിംഖാന കണ്ടപ്പോ ചോദിച്ചു അതായിരുന്നു ഒരു ലിമിറ്റ് ആയിട്ട് വെക്കേണ്ട ഒരു മൂവി. പക്ഷെ ഇത് വേറെ ലെവൽ. ഈ WWE ഫാൻസിനൊക്കെ വളരെയധികം ലൈക്ക് കാണണം. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, ഒന്ന് കാണണം. ഓക്കെ, ഇത് നെറ്റ്ഫ്ലിക്സിലോ ആമസോൺ പ്രൈമിലോ ഏത് വന്നെങ്കിലും ഈ എക്സ്പീരിയൻസ് എന്തായാലും കിട്ടാൻ പാടില്ല. മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഒരു എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞാല് അയ്യോ ഗൂസ് ബംസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കോരിധരിച്ചായി നമുക്ക് കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ ഇങ്ങനെ ഇടിപടം വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുപോലെ ഇടിപടം ഇല്ല. ഇത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഷോ. ഞാൻ ജീവിതത്തിൽ ആദ്യം ഫസ്റ്റ് ഷോ. തല്ലുമാലയൊക്കെ അടിച്ചു മാറ്റും. പക്ക. അതെ.